കൂട്ടുകാരെ, ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് നടക്കുന്ന വഴിയാണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് ബസ് ഇറങ്ങും, എവിടെയെങ്കിലും പോയി വന്ന് പോകുമ്പോഴും ഇവിടെ നിന്ന് ബസ് കയറുക, പിന്നെ എങ്ങനെ പോവും വീട്ടിലേക്കുള്ള വഴി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സ്ഥലം വരെ പോയതാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും വീഡിയോ കാണാറില്ലേ? അധികം വീഡിയോ ഒന്നും ചെയ്യാറില്ല, എന്നാലും ഉള്ള വീഡിയോ കാണുമ്പോൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ഇടാനൊന്നും മറക്കരുത് കേട്ടോ. എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, എല്ലായിടത്തേക്കും അങ്ങനെ മൊബൈൽ പിടിച്ചിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. കുറേ പ്രാക്ടീസ് ആകുമ്പോൾ റെഡി ആവും. ഇപ്പോൾ വണ്ടിയിൽ പോയത് അടുത്ത വീട്ടിലത്തെ ഒരാൺകുട്ടി. അപ്പോൾ വിചാരിക്കില്ലേ അങ്ങനെ തോന്നൽ വരും എപ്പോഴും പോകണമെന്നും. അപ്പോൾ അങ്ങനെ വീഡിയോ കുറച്ചിടും, ചിലപ്പോൾ ഇടും, ആരും എന്തെങ്കിലും വിചാരിച്ചോട്ടെ വിചാരിക്കും. അങ്ങനെയൊക്കെ പൊതുവേ എല്ലാവർക്കും ഉണ്ടാവണ ഒരു ചിന്തകളാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈ സമയത്ത് എല്ലാവരും നോമ്പറക്കാനുള്ള ഭക്ഷണമൊക്കെ ഒരുക്കുന്ന പരിപാടിയിലാവും സ്ത്രീകൾ. ഇങ്ങനെ റോഡുണ്ട് കേട്ടോ, പക്ഷേ ഇങ്ങനെ പറമ്പിൽ കൂടെ അങ്ങനെ വയ്ക്കുമ്പോൾ എളുപ്പത്തിൽ ഇങ്ങനെ കയറി വയ്ക്കാം. അപ്പോൾ കുറച്ചൊരു എളുപ്പം കിട്ടും. നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ റോഡിൻ്റെ പുറത്തു കൂടെ ഒരു വഴി ഉണ്ടാക്കിയിട്ടൊക്കെ ഓടില്ലേ, അതേപോലെ ചിലവരൊക്കെ ഇങ്ങനെ ജന വയ്ക്കും. പണ്ടൊക്കെ പിന്നെ അപ്പുറത്തു കൂടിയൊക്കെ ജന വഴിയില്ല എന്നൊക്കെ പറയും. ഇപ്പോൾ ആർക്കും നേരമില്ല ഒന്നും വിളിച്ചു പറയാനൊന്നും. എല്ലാവരും ബിസിയല്ലേ, ഏതെങ്കിലും വെച്ചാൽ അങ്ങോട്ട് പോയിക്കോട്ടെ വിചാരിക്കും. അങ്ങനെ പിന്നെന്താ ഇനി പറയുക? ഇവിടെ അടുത്തൊരു മരണം നടന്നു ആ വീട്ടിൽ. അപ്പോൾ അവിടുത്തെ അടിയന്തരമൊക്കെ ആവാനായി. അതാണ് അവിടെ പന്തലൊക്കെ ഇട്ടിട്ടുള്ളത്. വീണ്ടും റോട്ടുമേലേക്ക് എത്താനായി. ഇപ്പം നേരത്തെ കണ്ട് വന്നിരുന്ന റോഡ് തന്നെയാണ്. ഈ ഭാഗത്തേക്ക് എത്തിയപ്പോൾ വീണ്ടും റോഡുമേലേക്ക് എത്തി, പറമ്പ് വഴിക്ക് വന്നപ്പോൾ. അങ്ങനെ ഇവിടെ തൊട്ടടുത്ത് ഈ ഭാഗത്ത് നിന്ന് സഹോദരൻ കല്യാണം കഴിച്ചുള്ളത്. നടന്നു പോകണം ഈ ദൂരത്ത് തന്നെ. എന്നെ കല്യാണം കഴിച്ചത് അതെ അടുത്ത വീട്ടിലേക്ക് തന്നെ. സഹോദരൻ്റെ ഒരു ലേശം കൂടി ദൂരമുണ്ട്, അത്രയും ദൂരമില്ല എന്നെ കല്യാണം കഴിച്ചത്. 2 വീടപ്പുറം. അങ്ങനെ ഇവിടെ അടുത്ത് തന്നെ ശിവൻ്റെ അമ്പലമുണ്ട്. പിന്നെ ഇവിടെ ദേവിയുടെ അമ്പലമുണ്ട്. ഇതിനെ പോയി കഴിഞ്ഞാൽ ശിവൻ്റെ അമ്പലത്തേക്കുള്ളതായി. ഇവിടെ പിന്നെ ഭഗവതിയുടെ അമ്പലമാണ്. ഇവിടെ ഈ വഴി ആ അമ്പലത്തേക്കുള്ള ജന വഴിയുണ്ട്, അപ്പുറത്തെ ഭാഗത്തു കൂടിയും വഴിയുണ്ട്. സഹോദരൻ്റെ കുട്ടികൾ ട്യൂഷൻ പഠിക്കുന്ന വീടത്. ഇന്ന് ട്യൂഷൻ ഇല്ല തോന്നുന്നുണ്ട്. മറ്റേ ഈ സമയത്ത് കുട്ടികൾ ഇന്ന് പഠിക്കുന്ന കാണാം. ഞാൻ പറഞ്ഞ ഭഗവതിയുടെ അമ്പലത്തേക്ക് അപ്പുറത്ത് കൂടിയും വഴിയുണ്ട്, ഇപ്പുറത്ത് കൂടിയും വഴിയുണ്ട് നടക്കണ്ട. അവിടെ അമ്പലമാണ്. ഇവിടെയൊക്കെ ഉത്സവമുള്ളപ്പോൾ താലെടുക്കാനൊക്കെ മുന്നേ വന്നിരുന്നു. ഇപ്പോൾ കുട്ടികളും പ്രാരബ്ധമൊക്കെ ആയപ്പോൾ വരലില്ല താലെടുക്കാനൊന്നും. മക്കൾ താലം കാണാനൊക്കെ പോവും.
അങ്ങനെ വീട് ഇങ്ങനെ എത്താനായിട്ടാണ്. ഇതുവരെ റോഡ് റെഡിയാക്കിയിട്ടുള്ളൂ കണ്ടോ. പിന്നെ ഇവിടെ നിന്നുകൊണ്ട് റോഡ് റെഡിയാക്കില്ല. ഞങ്ങളുടെ ആ ഭാഗത്തേക്ക് വണ്ടി വിളിച്ച് കഴിഞ്ഞാൽ വണ്ടിക്കാർക്ക് വരാൻ ഭയങ്കര മടിയാണ്. വണ്ടി കേട് വരുമെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ നിർത്തിയിട്ട് അവിടെ നിന്ന് നടക്കും. ഏതെങ്കിലും വണ്ടിക്കാർ ചില കൂട്ടാക്കും, മറ്റുള്ള വണ്ടിക്കാർ പോകണ്ടാവും വെച്ചിട്ട്. അപ്പോൾ ഭേദമായി കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കണമല്ലേ വെച്ചിട്ട് പറയും അവരോട്. മറ്റുള്ള വണ്ടിക്കാർ വരലില്ല, നിങ്ങൾക്ക് പറ്റുക വെച്ചാൽ കൊണ്ടാക്കി പോകുന്നതാണ്. അപ്പോൾ അവർ സമാധാനത്തിൽ എന്നാൽ ചേച്ചി ഇവിടെ ഇറങ്ങിക്കോളിന്ന് പറയും. നമ്മളെ കാരണം കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് അവരെ വണ്ടി കേടുവെച്ചിട്ട് പോകണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യം പറയും. അങ്ങനെ കല്ലൊക്കെ ഇങ്ങനെ കൂർത്ത് നിൽക്കണ്ടാവേ ഇവിടെയൊക്കെ. ഇനി ബാക്കി കുറച്ച് ഭാഗം കൂടെ ഇല്ലേ ഉള്ളൂ. അപ്പോൾ ശരിയാവുമായിരിക്കും. അങ്ങനെ എൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് എത്തി തുടങ്ങി. ഞാൻ പറഞ്ഞ ശിവൻ്റെ അമ്പലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പുറത്ത് കൂടെ ഒരു വഴി കാണിച്ചില്ലേ, ആ ശിവൻ്റെ അമ്പലം. അത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ അധ്യയനം വരുന്ന വഴിയാണ് ഞാൻ പറഞ്ഞത്. ഈ ഭാഗത്ത് ഇങ്ങനെ അമ്പലക്കുളം ഉണ്ട് കേട്ടോ. അത് ഞാൻ കുറേ മുന്നേ അമ്പലക്കുളം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു ലൈവിൽ. ഇത് പിന്നെ വീട്ടിലേക്ക് പോണ വഴി തന്നെ. അങ്ങനെ എത്താനായി. ഇത് പാലാണ്. ഇത് എന്നെ സ്വന്തം വീട്ടിലേക്ക് പോണ വഴി. ഞാൻ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന വീട്. ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്നെ വിവാഹം ആലോചിക്കാൻ വരില്ലേ വീട്, ആ വീടാണ്. അവിടെ നമ്മൾ സ്കൂളിലൊക്കെ പോണ വീട്, സ്കൂളിലൊക്കെ പോകുമ്പോൾ താമസിച്ചിരുന്ന വീട്, അത് ഈ ഭാഗത്ത് കൂടെയാണ് പോകണം. ഒരു 3 മിനിറ്റ് നടന്നാൽ എൻ്റെ വീടായി. ഇവിടെ നിന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീടുമായി. അത് ഈ വീട്ടിലേക്ക് എല്ലാട്ടോ കല്യാണം വെച്ചത്. അവരെ വേറൊരു വീടുണ്ടായിരുന്നു. ഇത് വാടകയ്ക്ക് കൊടുത്തേക്കായിരുന്നു. അപ്പോൾ വേറെ വീട്ടിലേക്ക് കല്യാണം വെച്ചുണ്ടായത്. പിന്നെ അവസാനം വാടക വീട്ടിലേക്ക് ഞങ്ങൾ താമസിക്കാം. വാടകക്കാരെ പറഞ്ഞയച്ചിട്ട് പിന്നെ ഞങ്ങളിവിടെ താമസിക്കാൻ വന്നു. അങ്ങനെ മറ്റോടത്ത് ഏട്ടനും ഏടത്തിയമ്മയും അമ്മയൊക്കെ അവിടെ ഞങ്ങളെ കൊണ്ടുപോകുന്നു. ഞങ്ങൾക്ക് അവർ പഴയ തറവാട് ഞങ്ങൾക്ക് തന്നു. അവിടേക്ക് അങ്ങോട്ട് ഇതാ ഈ പാലം, അല്ലാണ്ട് വഴിയില്ല കേട്ടോ. ഇതന്നെയുള്ള വഴി. അങ്ങനെ ആ വീടെത്തി. ഇവിടെയാണ് വീട്. കണ്ടല്ലേ ആ വീടത്തെ വീട്.